കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിലെ മെയിൻ ചർച്ചാ വിഷയമാണ് മന്തി, കൃഷ്ണൻ, വിഷു. ഇത് തീവ്രവാദമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീവ്രവാദമാണ്. അതിന് കൃത്യമായിട്ടുള്ള റീസൺ എന്റെ പക്കലുണ്ട്. ഇത് മാത്രമാണോ തീവ്രവാദം എന്ന് ചോദിച്ചാൽ അല്ല, വേറെയുമുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം മറ്റേത് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു മന്തിന്റെ പ്രശ്നം, അതായത് വിഷു, മന്തി, കൃഷ്ണൻ വിഷയം, ഒരു ഹോട്ടൽ ഒരു പോസ്റ്റർ ഇട്ടാണ് വിഷു ആശംസിച്ചുകൊണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടതാണ്, അതിലുള്ള പ്രശ്നം നമുക്കൊക്കെ അറിയാം. അതിനുശേഷം അതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിന്റെ ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്, സോറി പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം അവിടെ തീരേണ്ട പ്രശ്നമാണ്, അവിടെ തീരണമായിരുന്നു. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലും മീഡിയാസിലും ഒക്കെ വന്ന്, കാരണം കേസ് എടുത്തിട്ട് കേസ് നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ അവിടെ തീരേണ്ട പ്രശ്നമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലും മീഡിയാസിലും ഒക്കെ ഇട്ട് അത് നല്ലോണം വൈറലാക്കി. ഒരുപാട് പേർ ഒരുപാട് കൊമന്റ്സും കാര്യങ്ങളൊക്കെ വന്നു. അതായത് പ്രത്യേകിച്ചുള്ള കമന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു പോർക്ക്, അതായത് മുസ്ലിംസിന് ഈ പോർക്ക് എന്ന് പറയുന്നത് നിരോധിച്ചാണ്. അപ്പോൾ ഈ പോർക്ക് വെച്ചിട്ട് പെരുന്നാൾ ആശംസകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഡിസ്കഷൻ വന്നു. ഓക്കെ, അതിനുശേഷം ട്രിഗർ ആയിട്ടുണ്ടാവാം. അതായത് പിന്നീടും 1-2 ഇതുപോലുള്ള ഹോട്ടൽസിൽ നിന്നും എന്ത് ചെയ്തു, മന്തി ഹോട്ടൽസിൽ നിന്നും ഇതുപോലെ വിഷുവിന്റെ പോസ്റ്റേഴ്സ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് ഒരുപക്ഷെ മനഃപൂർവ്വം അല്ലാതെ, അതായത് അബദ്ധത്തിൽ സംഭവിച്ചതാവാം. പക്ഷെ ബാക്കി വന്നിട്ടുള്ള 2 അതും മനഃപൂർവ്വം ചെയ്തതാവാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ തീവ്രവാദമുണ്ട്. എന്നാൽ ഇത് മാത്രമാണ് തീവ്രവാദം എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. വേറൊരു പോസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ ആശംസകൾ വെച്ചിട്ട് ഒരു പോർക്കിന്റെ വിഷ്വൽ വെച്ചിട്ട്, അതായത് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതും തീവ്രവാദമാണ്. ഈ തീവ്രവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? തീവ്രവാദം എന്ന് പറയുന്നത് വെറും തോക്കും ബോംബും അതല്ല തീവ്രവാദം. തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ഇതിലേക്ക്, ഒരു ഐഡിയോളജിയിലേക്ക്, അല്ലെങ്കിൽ എന്തുമാവട്ടെ, തീവ്രമായിട്ടുള്ള ഒരു ആകർഷണം ആ ഇതിലേക്ക്, അതായത് അത്രയും, അതല്ലാതെ വേറെ ഒന്നുമില്ല ഈ ലോകത്ത്, അതാണ് ഉള്ളത്, അല്ലെങ്കിൽ അതാണ് പ്രാധാന്യം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഐഡിയോളജിയിലേക്ക് തീവ്രമായിട്ടുള്ള, അതിപ്പോ ഇസ്ലാമിലുണ്ട്, മുസ്ലിംസിലുണ്ട്, ഹിന്ദുസിലുണ്ട്, ക്രിസ്ത്യൻസിലുണ്ട്, എല്ലാ റിലീജിയനിലുണ്ട്. പല റിലീജിയനിൽ മാത്രമല്ല, മറ്റു റിലീജിയന്റെ അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തീവ്രവാദമുണ്ട്. അല്ലാതെ വെറും റിലീജിയൻ മാത്രമല്ല തീവ്രവാദം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നടന്ന സംഭവം ഒരു പക്ഷേ ഇത് എന്താ പറയാ, അറിയാതെ സംഭവിച്ച അബദ്ധമായിരിക്കാം. എന്നാലും ഇതുപോലെ അബദ്ധം പറ്റാൻ പാടില്ല കേട്ടോ. എന്നാലും ശരി, ഇതൊരു അബദ്ധമായിരിക്കാം. പക്ഷെ രണ്ടാമതും മൂന്നാമതും നടന്നതും, അതുപോലെ ഈ പോർക്കിന്റെ ഒരു ഇഷ്യൂ വന്നതും, അതൊക്കെ അബദ്ധമല്ല, അതിനെ കരുതിക്കൂട്ടി ചെയ്തതാണ്. അതായത് ഒരു തീവ്ര മെന്റാലിറ്റി കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതായത് എന്റെ മതമാണ് ശരിയെന്നും മറ്റു മതങ്ങളൊക്കെ തെറ്റാണെന്നും വിചാരിക്കുന്ന ആ ഒരു തോട്ടിൽ നിന്നും വന്നിട്ടുള്ള, അതായത് അത്രയും തീവ്രമായിട്ട് ആ ഒരു തോട്ടിലേക്ക് നിൽക്കുന്ന ആളുകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് 2 രീതിയിലുള്ള, അതായത് 2 ആളുകളാണ്, 2 ഗ്രൂപ്പ്സ് ആണ്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ട് ഉള്ള ആളുകളാണ്, മറ്റേത് ജെനുവിൻ അല്ല. അതായത് ഈ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിച്ച് അവരുടെ ദൈവത്തിനെ ഇതുപോലുള്ള ഒരു കാര്യത്തിലേക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. അതായത് നമുക്കറിയാം, ഏതൊരു മതമായിരുന്നാലും ശരി, ഏതൊരു ദൈവമായിരുന്നാലും ശരി, ഏതുമാവട്ടെ, അത് മുസ്ലിംസിന്റെ ആവട്ടെ, ഹിന്ദുസിന്റെ ആവട്ടെ, ക്രിസ്ത്യൻസിന്റെ ആവട്ടെ, ആരുമാവട്ടെ, അവരുടെ മതത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിനെയോ ഒക്കെ ഇങ്ങനെ പോസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു സങ്കടം വരും. ആ സങ്കടത്തിൽ നിന്നും അവരത് പ്രതികരിക്കും, അതിനെ പ്രതികരിക്കും. ആ പ്രതികരണമാണ് ഈ ജെനുവിൻ ആളുകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം എല്ലാ മതവും, അത് ഇസ്ലാം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഹിന്ദുസ് ആവട്ടെ, ഏതൊരു മതമായിരുന്നാലും ശരി, ബുദ്ധ ആവട്ടെ, ഏതൊരു മതമായിരുന്നാലും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, എല്ലാ മതവും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മളുടെ മതത്തെ നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, അതേസമയം മറ്റുള്ളവരുടെ മതത്തെയും മറ്റുള്ള ആളുകളെയും റെസ്പെക്ട് ചെയ്യുക എന്ന് എല്ലാ മതവും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലാണ് ഈ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ നിന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു പ്രശ്നം വന്നപ്പോൾ, അതായത് ഈ വിഷുവിന്റെ പോസ്റ്റർ വന്നപ്പോൾ ഒട്ടുമിക്ക ഒരു 90% മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻ ആയാലും ശരി, ഈ ഒരു കാര്യത്തെ എന്താ പറയാ, ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ചെയ്തത് തെറ്റാണ്, ഈ പോസ്റ്റർ അടിച്ചിട്ടുള്ളത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദുസിനെ. ഓക്കെ, എന്നാൽ ഇവിടെയുള്ള ചെറിയൊരു പോർഷൻ ആളുകളുണ്ട്, അതായത് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, മനഃപൂർവ്വം, അതായത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകൾ. അതായത് ഈ ഒറിജിനൽ, ജെന്യുവൻ ആയിട്ടുള്ള ഹിന്ദുസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഹിന്ദുസ്, അതായത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഹിന്ദുസ് എന്ന് പറയുന്നത് അവർ യഥാർത്ഥ ഭക്തന്മാരല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥ ഭക്തന്മാരല്ലാത്ത ആളുകളാണ് ഇതിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. കാരണം എല്ലാ മതവും പറഞ്ഞിട്ടുള്ളത് സമാധാനമാണ്. പക്ഷെ ആ സമാധാനം
ആ സമാധാനം മാറ്റി അവിടെ പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ ടീംസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവരുടെ ഒരു പരിധിവരെ അവരതിൽ വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഹോട്ടലുകളുടെ വിഷു ആശംസകൾ, ശ്രീകൃഷ്ണനും മാംസഭക്ഷണവും തീവ്രവാദ ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം, അതായത് അന്വേഷിക്കണമെന്ന് DGPക്ക് പരാതി നൽകി ഹിന്ദു ഐക്യവേദി. ഈ ഒരു പരാതി, അതായത് ഇങ്ങനെ ഒരു പരാതി പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, ആദ്യത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് ഒരു പക്ഷേ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ അതിന് ശേഷം വന്നിട്ടുള്ള ഇത് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നില്ല, മേ ബി മിസ്റ്റേക്ക് ആവില്ല ഒരിക്കലും. കാരണം ഇത്രയും പ്രശ്നം നടക്കുന്ന സമയത്ത് ഇനിയും ഇതുപോലെ വിഷു പോസ്റ്റേഴ്സ് ഒക്കെ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തീവ്രവാദം തന്നെ, പക്ഷേ തീവ്രവാദ ബന്ധമല്ല. അതായത് ഇവർ പറയുന്ന ബന്ധം എന്ന് പറയുന്നത് മറ്റേ തരത്തിലുള്ള ബന്ധമാണ്. ഓക്കെ, ഈ ISS അതുപോലെ ലഷ്കർ ഇ ത്വയ്ബ അങ്ങനെയുള്ള ബന്ധങ്ങളായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് ഈ ഹോട്ടൽസും അവിടെയുള്ള ആളുകളൊക്കെ സ്ലീപ്പർ സെല്ലാന്നൊക്കെയുള്ള വാദങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച തീവ്രവാദം എന്ന് പറയുന്നത് ഒരു കാര്യത്തിലേക്ക് തീവ്രമായിട്ട്, അതായത് അത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് എല്ലാ ഗ്രൂപ്പ്സിലും ഉണ്ട്, മുസ്ലിംസിലും ഉണ്ട്, ഹിന്ദുസിലും ഉണ്ട്, ക്രിസ്ത്യൻസിലും ഉണ്ട്, എല്ലാ ഇതിലും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ട്. ആ ഒരു സെൻസിലാണ് ഞാൻ ഇതൊരു തീവ്രവാദമാണെന്ന് പറയുന്നത്. അതുപോലെ ഈ പോസ്റ്റർ ഇട്ടത് ആരായിരുന്നാലും ശരി, അതായത് ഇപ്പോൾ വിഷുവിന്റെ പോസ്റ്റർ ഇട്ടായിരുന്നാലും ശരി, അതുപോലെ പെരുന്നാളിന്റെ പോസ്റ്റർ ഇട്ട ആളായിരുന്നാലും ശരി, ഞാൻ ഇവരോട് ഒരിക്കലും യോജിക്കില്ല. കാരണം ഇവര് ചെയ്തത് ചെറ്റത്തരമാണ്, അതുപോലെ ഒഫൻസ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിയമപരമായി മുന്നോട്ട് പോയി ഇവർക്ക് വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിയിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ചെയ്തിട്ട് ഇവിടെ യാതൊരു കാര്യവുമില്ല. കാരണം അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളത്തിലെ സമാധാനം, അതായത് കേരളത്തിലെ ആളുകൾ എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് അങ്ങനെ ഒന്നും നോക്കാതെ, മതങ്ങളൊന്നും നോക്കാതെ, ജാതികൾ നോക്കാതെ, ഒന്നും നോക്കാതെ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ഒറ്റക്കെട്ടായി നേരിട്ട് അതിന് ഒരു സൊല്യൂഷൻ കാണുക. സൊല്യൂഷൻ എന്ന് പറയുന്നത് നിയമപരമായി മുന്നോട്ട് പോവുക, ചെയ്ത അവന്മാരെ ഒക്കെ അങ്ങോട്ട് പിടിക്കുക, കൊണ്ടുപോവുക, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അതിനൊക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് നിന്നിട്ട് എല്ലാവർക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അവിടെ ആ പ്രശ്നം തീർന്നു, നിയമപരമായി പോയാൽ അവിടെ തീർന്നു. പക്ഷെ ഇത് ചർച്ച വെക്കുന്നു, ഇപ്പൊ ന്യൂസിലൊക്കെ ചർച്ച വെക്കുന്നുണ്ട് ഈ സംഭവം. ഓക്കെ, ചർച്ച വെക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കേരളത്തിലായിരുന്നാലും ശരി, ഇന്ത്യയിൽ ഒട്ടാകെ നോക്കിയാലും ശരി, 100 കണക്കിന് കാര്യങ്ങളുണ്ട്. പക്ഷെ ആവശ്യമുള്ള ഒരു കാര്യവും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. എന്തിന്? മണിപ്പൂരിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ കുറച്ചും കൂടി എസ്കലേറ്റ് ആയിട്ടുണ്ട്. ആ കാര്യം ഇവിടുത്തെ മീഡിയ അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിന്? നാഷണൽ മീഡിയ അഡ്രസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതായത് അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു മീഡിയയും. നാഷണൽ മീഡിയ ആവട്ടെ, ഇവിടുത്തെ സ്റ്റേറ്റ് മീഡിയ ആവട്ടെ, ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ നാട്ടിലായിരുന്നു ശരി, രാജ്യത്തായിരുന്നു നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണോ റീച്ച് കിട്ടുക ആ ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, നീ റീച്ച് കിട്ടുന്നതുകൊണ്ടല്ലേ ഈ വീഡിയോസ് ചെയ്യുന്നത്? ശരിയാണ്, എന്റെ പല വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറ് കൂടുതൽ. പക്ഷേ 90% മാത്രമാണ് ഞാൻ അത് ചെയ്യാറ്. ഒരു 10% ഞാൻ ചില വീഡിയോസ് ചെയ്യാറുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചില വീഡിയോസിന് എനിക്ക് വ്യൂസ് ഉണ്ടാവില്ല. അത് എനിക്ക് അറിയാം, ആ വീഡിയോസിന് വ്യൂസ് കിട്ടില്ല എന്ന്, അത് റീച്ച് ആവില്ല എന്ന്. പക്ഷെ ഞാൻ ആ വീഡിയോ ചെയ്യും. ദാറ്റ്സ് മൈ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് ഞാൻ അത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഉണ്ടാവുന്നതിനേക്കാളും ഇവിടുത്തെ യൂട്യൂബേഴ്സിലെ പല ആൾക്കും ഉണ്ടാവുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഈ പറയുന്ന മീഡിയാസിന് വേണം. പക്ഷെ പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. കാരണം ഇതുപോലെടുത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വേറെയും ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. പക്ഷെ അത് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചർച്ച ചെയ്തിട്ട് പ്രശ്നം വഷളാക്കുകയല്ല ചെയ്യേണ്ടത്. ഈ കാര്യം എന്ന് പറയുന്നത് ചർച്ചയൊന്നും ചെയ്യാതെ ഇത് ചെയ്ത ആരാണോ ആ ഇൻഡിവിജ്വൽസിനെ കൊണ്ടുപോവുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അത് അവിടെ തീരേണ്ട പ്രശ്നമാണ്. അത്രേ ഉള്ളൂ ഇതിൽ ചെയ്യേണ്ടത്.